ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഈ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ അവിടെ ഉണ്ടായ കയ്യാങ്കളി? ലക്ഷ്മി, നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കെ മുരളീധരന്റെ പരാജയം തൃശ്ശൂർ ജില്ലയിലെ DCCക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് അല്പസമയങ്ങൾക്ക് മുൻപ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. DCC ഭാരവാഹി കൂടിയായിട്ടുള്ള DCC സെക്രട്ടറി കൂടിയായിട്ടുള്ള സജീവൻ കുര്യച്ചിറ കെ മുരളീധരൻ അനുകൂലിയാണ്. അദ്ദേഹം DCC ഓഫീസിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും തർക്കമുണ്ടായി. അദ്ദേഹത്തെ DCC കോൺഗ്രസ് പ്രവർത്തകൻ സുരേഷിനുമായി തർക്കമുണ്ടായ DCC പ്രസിഡന്റിനോട് എന്താണ് കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നതിനിടെ സജീവൻ കുര്യച്ചിറയെ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആരോപണം. DCC ഓഫീസിൽ വെച്ച് നടന്ന മർദ്ദനത്തിന് പിന്നാലെ ഇരു വിഭാഗങ്ങളായി ചേരി തിരിഞ്ഞുകൊണ്ട് സജീവൻ കുര്യച്ചിറയും ജോസ് വള്ളൂരിനെയും പിന്തുണയ്ക്കുന്ന ആളുകൾ ചേർന്ന് തമ്മിൽ തല്ലും കയ്യാങ്കളിയും ഉണ്ടായി. അതിനുശേഷവും വലിയ ബഹളമായിരുന്നു DCC ഓഫീസിൽ. കെ മുരളീധരന്റെ പരാജയത്തെ സംബന്ധിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ DCCയിൽ കയ്യാങ്കളിയിൽ എത്തിയിരിക്കുന്നത്. സജീവൻ കുര്യച്ചിറ ഇപ്പോൾ ഇവിടെയുണ്ട്. കുത്തിയിരുന്ന് അദ്ദേഹം പ്രതിഷേധിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? DCC പ്രസിഡന്റ് ഒരു പ്രകോപനമില്ലാതെ എനിക്കെതിരെ മർദ്ദിക്കാൻ വരാണ്ടായി. പിടിച്ചു തള്ളി വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. കടന്നു പോകാൻ എന്തിന്റെ പേരിലായിരുന്നു മർദ്ദനം? ഇവിടെ ഈ DC പ്രസിഡന്റിനെതിരെ ഞാൻ അപവാദ പ്രചരണം നടത്തുന്നതാണ് പറയുന്നത്. ഞാനിതിന് ഒരു ഇതില്ല, പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് മർദ്ദനമേൽക്കേണ്ടി വന്നു. DCC പ്രസിഡന്റ് ഈ തർക്കത്തെ തുടർന്ന് അദ്ദേഹത്തിന് DCC പ്രസിഡന്റ് ജോസ് വള്ളുവിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് സജീവൻ കുര്യച്ചിറ ആരോപിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് ചേരി തിരിഞ്ഞുകൊണ്ട് ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ തല്ലും കൂട്ടയടിയുമായിരുന്നു ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. DCC പ്രസിഡന്റ് അടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ DCC ഓഫീസിന്റെ മുകളിലത്തെ നിരയിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സജീവൻ കരിവള്ളൂരിനെ മുരളീധരൻ അനുകൂലിയായിട്ടുള്ള സജീവൻ കുര്യച്ചിറയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം DCC ഓഫീസിന് മുന്നിൽ തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ്. സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങളായിരുന്നു, അത്തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു ഇവിടെ നടന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് പോലീസ് എത്തി. അതോടുകൂടി ഈ നിലവിലെ സ്ഥിതി ശാന്തമായിട്ടുണ്ട്. എങ്കിലും DCC ഭാരവാഹികൾ അടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ചേരിതിരിഞ്ഞ് ഈ ഓഫീസിനുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അടിയന്തരമായി KPCC ഇടപെട്ടുകൊണ്ട് കെ മുരളീധരന്റെ തോൽവിയിലടക്കം കർശനമായ നടപടികൾ സ്വീകരിക്കണം, കൃത്യമായ നടപടികൾ നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവരിപ്പോഴും ഉന്നയിക്കുന്നത്. അതിനു പിന്നാലെയാണ് DCC ഓഫീസിനുള്ളിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പോസ്റ്റർ പ്രതിഷേധം നടന്ന് ആ പോസ്റ്റർ പ്രതിഷേധത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം. കയ്യാങ്കളി, തമ്മിൽ തല്ല്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സംഘർഷഭരിതമായ അന്തരീക്ഷം ഈ DCC ഓഫീസിൽ ഇപ്പോഴും തുടരുകയാണ്. പുറത്ത് പോലീസുണ്ട്, മുകളിൽ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ഇപ്പോഴും താഴെ ഒരു കൂട്ടം ആളുകൾ, എതിർചേരിയിലുള്ളവർ, സജീവൻ കുര്യച്ചിറയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ തമ്പടിച്ച് നിൽക്കുകയാണ്. ചേട്ടാ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ഞങ്ങളിപ്പോൾ അറിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ DCC ഓഫീസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ തല്ല് നടന്നു എന്ന് പറഞ്ഞു. സജീവൻ കുര്യച്ചിറ DC സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടാണ് വന്നത്. ഒരിക്കലും ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു അഭയകേന്ദ്രമാണ് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്. അവിടെ വെച്ചൊരു DCC സെക്രട്ടറിക്ക് മർദ്ദനം ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അത് വളരെ വേദനാജനക കാര്യമാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം തോൽവിയാണ് ഇതിനെല്ലാം കാരണം. അല്ല, തോൽവിക്ക് ശേഷമുണ്ടായ പ്രശ്നങ്ങൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഇതുണ്ടായിട്ടുണ്ടാവുക. ഒരു കാര്യം സംശയമില്ല, KPCC ശക്തമായ ഇടപെടൽ നടത്തും, അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. ഒരു സംശയമില്ല. ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഓക്കെ, അതെ, ഈ DCC പ്രവർത്തകരുടെ, കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ഏതായാലും ശക്തമായ പ്രതിഷേധം മുരളീധരന്റെ തോൽവിയിൽ ജില്ലയിൽ ഒരു വിഭാഗം ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും DCC ഭാരവാഹികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് വ്യക്തം. എന്താണ് ചേട്ടാ സംഭവിക്കുന്നത്? ഇവിടെ സജീവൻ കുര്യച്ചിറ ഇവിടെ DCC ഭാരവാഹിയാണ്. അദ്ദേഹത്തിന് ഇവിടെ വന്നിരിക്കാനും ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്ഥിരമായിട്ട് വരുന്ന ഒരു DC ഭാരവാഹിയുള്ള ഒരാളാണ്. ഈ ഇലക്ഷൻ കാലത്ത് കെ മുരളീധരന് വേണ്ടി അഹോരാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് സജീവൻ കുര്യച്ചിറ പോലത്തെ DC സെക്രട്ടറി. അദ്ദേഹത്തിനെ ഇവിടെ ഒരു വാക്ക് തർക്കം, എന്തോ 1-2 സംസാരങ്ങൾ നടന്നു. അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിനെ ദേഹോപദ്രവം ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതൊരിക്കലും, അതും തൃശ്ശൂരിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കരുണാകരൻ്റെ പേരിലുള്ള സപ്തതി DCC ഓഫീസിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വളരെ നിർഭാഗ്യകരമായി പോയി. അത് ചെയ്തത് ആരാണെങ്കിലും, അത് ഏത് ഉന്നത
വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ അതിന് കൂട്ടു നിന്നുള്ള ആരെങ്കിലും ഇവിടെ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ഒരുമിച്ചാണ് ഈ സംഭവം സജീവൻ്റെ മെക്കെട്ട് കയറിയിട്ടുള്ളത് അല്ലെങ്കിൽ സജീവനെ ഉപദ്രവിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ കേട്ടപ്പോൾ മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ഇവിടെ ഇപ്പോൾ CCTV ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഇതിന് ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാരും ഇവിടെയുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള DC ഭാരവാഹികളടക്കം ഇവിടെ സന്നിഹിതരാണ്. അവരോടൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് ഇതിലൊരു നടപടി ഉണ്ടാകാതെ പറ്റില്ല. കാരണം ഒരു ഇലക്ഷൻ്റെ വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി, ദയനീയമായിട്ടുള്ളൊരു തോൽവി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നൊരു ഇത്തരം മോശമായൊരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കും പാർട്ടി പ്രവർത്തകരിലും ഉണ്ടാകുന്ന ഡാമേജ് ചെറുതല്ല. അതിന് അടിയന്തരമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകും. വ്യക്തമാണ് DCC ഈ ഭാരവാഹി നമ്മളോട് സൂചിപ്പിച്ചത്. ഈ കനത്ത തോൽവിയിൽ ഈ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന സംഘടനാ പ്രശ്നങ്ങൾ കൂടി അടിയന്തരമായ നടപടി ഉണ്ടാകണം. ഇത്തരത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസിന് നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു കയ്യാങ്കളി DCC ഓഫീസിൽ നടന്നു. അതിൽ കൃത്യമായ നടപടി വേണം. കുറ്റക്കാരായ ആളുകൾ എത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ നടപടി വേണമെന്നുള്ള പൊതുവികാരമാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കുവെക്കുന്നത്. ഏതായാലും DCC ഭാരവാഹി കൂടിയായിട്ടുള്ള, DCC സെക്രട്ടറി കൂടിയായിട്ടുള്ള KM മുരളീധരൻ അനുകൂലിയായിട്ടുള്ള സജീവൻ കുര്യച്ചിറ ഇപ്പോഴും ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. 6 മണിയോടുകൂടിയാണ് സംഘർഷം ആരംഭിച്ചത്. ഇരുവിഭാഗങ്ങളായി ചേരിതിരിഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുന്ന കാഴ്ചകളാണ്. DCC ഓഫീസിന്റെ മുകൾ നിലയിൽ, 1-ാം നിലയിൽ നിന്നും സംഘർഷം ആരംഭിച്ച് അവിടെ നിന്നും ഉന്തും തള്ളുമായി DCC ഓഫീസിന് മുൻവശത്തേക്ക്, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ലെവിനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ DCC ഓഫീസിൽ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നു. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയ്ക്ക് DCC ഓഫീസിന് അകത്ത് വെച്ച് മർദ്ദനമേറ്റു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിൻ്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അവിടെ ഉയർന്ന ആരോപണം. അങ്ങനെ പ്രവർത്തകർ തമ്മിൽ ചേരിയായി തിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് 1-2 ദിവസമായി അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പോസ്റ്റർ പ്രതിഷേധമടക്കം നടക്കുന്നുണ്ട്. മുരളീധരൻ തൃശ്ശൂരിൽ 3-ാം സ്ഥാനത്ത് അതിദയനീയമായി പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ DCCക്കകത്ത് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നോണമാണ് ഇന്നത്തെ ഈ തമ്മിൽ തല്ല് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അവിടെ സംഘർഷഭരിതമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് ലെവിൻ K. വിജയൻ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പുറത്ത് പോലീസ് തമ്പടിച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ നമുക്ക് ആ പ്രദേശത്ത് ശ്രദ്ധ വയ്ക്കേണ്ടി വരും. ലെവിൻ അവിടെ തുടരുന്നുണ്ട്. ലെവിൻ, പോലീസ് എത്തിയിട്ടുണ്ടോ? DCC ഓഫീസിനകത്തേക്ക് പോലീസ് കയറിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് പോലീസിന്റെ നീക്കം സംബന്ധിച്ച് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ലക്ഷ്മി, പോലീസ് അല്പസമയങ്ങൾക്ക് മുൻപാണ് സംഘർഷം ആരംഭിച്ച് വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഇവിടെ എത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ ഈ സംഘർഷത്തിൽ പങ്കെടുത്ത ആളുകൾ അവിടെ നിന്നും പിരിഞ്ഞുപോയി. പക്ഷേ പോലീസ് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ആളുകൾ, പ്രതിഷേധക്കാർ, കോൺഗ്രസ് പ്രവർത്തകരും ഭാരവാഹികളും ഒക്കെ തന്നെയാണ് ഈ 2 വിഭാഗങ്ങളിലായി ചേരിതിരിഞ്ഞ് നിൽക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ഓഫീസ് ആയതുകൊണ്ട് തന്നെ പോലീസ് ഈ ഉള്ളിൽ കയറി ഒരു ഇടപെടൽ നടത്തുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം DCC ഓഫീസിന് പുറത്ത് മറ്റൊരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി ജാഗ്രത പാലിച്ച് പുറത്തു നിൽക്കുകയാണ്, പ്രതിഷേധം നടത്തുകയാണ് സജീവൻ കുര്യച്ചിറ. മറുഭാഗത്ത് DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ ഓഫീസിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പം ഏതൊരു നിമിഷവും സംഘർഷത്തിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ APCCയുടെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് നിരവധി ആളുകൾ, ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ, മുതിർന്ന നേതാക്കൾ. ശരി, ലെവിൻ ഇടപെടുകയാണ്. അവിടെ തുടരുക. കൂടുതൽ വാർത്തകൾ തത്സമയം അറിയിക്കുക.